നമസ്കാരം, ഞാൻ അശ്വിനി. വാസ്തുപരമായിട്ട് മറ്റൊരു വീഡിയോയിലോട്ടേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പതിവ് പോലെ നമ്മുടെ കൂടെ ആസ്റ്റൽ തങ്കച്ചൻ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ ഒരുപാട് പേര് വീട് നിർമ്മിക്കുന്ന സമയത്ത് കൂടുതൽ മിസ്സിങ് വരുന്നത് കാർ പാർക്കിംഗ് ഉണ്ടാക്കുന്ന സമയത്താണ്. അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് കണ്ടെത്തുന്ന സമയത്താണ് കൂടുതലും പേർക്കും മിസ്സിങ് വരുന്നത് ഓരോ മുക്കിലായിട്ട്. അപ്പം ശരിക്കും ഈ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് എവിടെയാണ്? അതിനുള്ളൊരു മൂല ഏതാണ്? നവീകരിച്ച ലോകത്തിൽ, നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ അത് ശരിക്കും ആവശ്യമാണ്. പക്ഷെ കാർ പാർക്കിംഗ് എന്നുള്ള സബ്ജക്റ്റ് പണ്ടില്ലായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിനും അതിൻ്റെ ഡെവലപ്മെന്റ്സിനും അനുയോജ്യമായ രീതിയിൽ നമ്മൾ മാറ്റുകയാണ്, നിയമത്തിന് നമ്മൾ മാറ്റുകയാണ്. അപ്പം കാർ പാർക്കിംഗ് ഇപ്പം കിഴക്ക് ഫേസ് ചെയ്തൊരു വീടാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, കാർ പാർക്കിങ്ങിന് കിഴക്കിൽ 2 ഓപ്ഷനുള്ളൂ. ഒന്ന് ആഗ്നേയം അല്ലെങ്കിൽ ഈശാന്യം. സോ ആഗ്നേയത്തിലാകാം. അപ്പം ഈശാന്യത്തിൽ കൊണ്ടുപോയി കാർ പാർക്കിങ്ങിന് എത്തുന്ന ഈശാന്യത്തിൽ നിന്ന് ഒരു റൂം കട്ട് ചെയ്യുന്നു കാർ പാർക്കിങ്ങിന് വേണ്ടി. അവിടെ വരുന്ന മുറി കട്ട് ചെയ്ത് അതിനകത്ത് കാർ കയറ്റുന്നു. മേലിൽ കോൺക്രീറ്റ് ഉണ്ടാവും, ടെറസ് ഉണ്ടാവും. അത് മിസ്സിങ് എന്ന് പറയും. മനസ്സിലായില്ലേ? പ്ലസ് ഈശാന്യത്തിൽ ഭാരവും, കാറിന്റെ ഭാരം. അപ്പൊ ഈശാന്യത്തിൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് പാലിക്കണം, ഭാരം കുറവായിരിക്കണം. ഇങ്ങനെ 2 ചട്ടവും നിലനിൽക്കവേ അതിന് കാർ പാർക്കിന് വേണ്ടി ആ 2 മതിലും കോണിച്ച് മിസ് ചെയ്യിപ്പിച്ച്, പ്ലസ് അരുതാത്ത കാര്യം ഭാരം കൂടുതൽ, ആ കാറിനെ അവിടെ കൂടെ നിർത്തുന്നു. ഈശാന്യത്തിൽ കാർ പാർക്കിംഗ് ഉള്ള വീട്ടുകാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നവര്, അവര് ആ മിസ്സിങ്ങും പ്ലസ് കാർ പാർക്കിംഗ് ഉള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നവരടുത്ത് പുരുഷന് ഭയം, പുരുഷന് ഓർത്ത് സ്ത്രീക്ക് ഭയം. അത് കൂടുതൽ ഭയം, മനസ്സ്, ചിന്ത ഒക്കെ എല്ലാം നമ്മൾ വായുമൂലയിൽ പറയുന്നുണ്ടെങ്കിലും സൂര്യൻ ധൈര്യം, ആത്മാവ്. മനസ്സിലല്ലേ? അപ്പൊ അത് പുരുഷനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈശാന്യമെങ്കിലും അവിടെ വേറൊരു കാര്യം, സ്ത്രീ പുരുഷനെ എപ്പോഴും പുരുഷനെ ഓർത്ത്, ഇപ്പൊ മക്കളാണെങ്കിൽ ബൈക്ക് പോകുന്നു, കാറിൽ പോകുന്നു, കൃത്യസമയത്തിനെത്തും, എവിടേക്കാ ട്രാഫിക്, ഇതിപ്പോ എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു സാമാന്യ സ്നേഹചിന്തയാണെങ്കിൽ പോലും ഈശാന്യത്തിൽ ഭാരം കൂടുന്തോറും അവിടുത്തെ സ്ത്രീകൾ പുരുഷനെ ഓർത്ത് ദുഃഖിക്കും. ഒന്നിൽ പുരുഷന്റെ എക്കാലത്തെയും സ്വഭാവ ദൂഷ്യത്തിലൂടെയോ അല്ലെങ്കിൽ പുരുഷന്റെ യഥാ തീരുമാനങ്ങളുടെ കുറവുകൾ കാരണമോ അല്ലെങ്കിൽ അനാവശ്യമായി അവർക്ക് ഒരു പുരുഷനെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നുകൊണ്ടിരിക്കും. ഒരു അപകട മണി മുഴക്കം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതേ മിസ്സിങ് ഞാൻ കന്നിയിൽ പറയുന്നില്ല, വായുവ്യത്തിൽ പറയുന്നില്ല, ആഗ്നേയത്തിൽ പറയുന്നില്ല. എന്തുകൊണ്ട് ഈശാന്യത്തിൽ മാത്രം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അനുഭവ രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. അപ്പം ഈ ഈശാന്യത്തിൽ ഒരിക്കലും കാർ പാർക്കിംഗ് അരുത്. ആഗ്നേയ, വായുവ്യ, കന്നി ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാർ പാർക്കിംഗ് ആകാം. എവിടെ വേണം നോക്കാകാം. പക്ഷേ ആ വീടിന്റെയോ ലാൻഡിന്റെയോ ഈശാന്യത്തിൽ മാത്രം അരുത്. ഞാൻ പറഞ്ഞില്ല, മറ്റു 3 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ വടക്കാണ് തിരഞ്ഞെടുക്കുന്ന ദിക്കെങ്കിൽ വടക്ക് ഈശാന്യത്തിലിട്ടരുത്, വടക്ക് വായുവ്യത്തിൽ നിർത്താലോ. തിരഞ്ഞെടുക്കുന്ന ദിക്ക് കിഴക്കാണെങ്കിൽ കിഴക്ക് ഈശാന്യത്തിലരുത്, കിഴക്ക് ആഗ്നേയത്തിലാകാമല്ലോ. തിരഞ്ഞെടുക്കുന്ന ദിക്ക് തെക്കാണെങ്കിൽ അവിടെ ഇടത് സൈഡ് ആകാം. ഏതാ? പടിഞ്ഞാറ് സൈഡാവും, കിഴക്ക് സൈഡ് ആകരുത്. തിരഞ്ഞെടുക്കുന്ന ദിക്ക് പടിഞ്ഞാറാണെങ്കിൽ തെക്കേ മൂലയിലോട്ടാകാം കാർ പാർക്കിംഗ്, വടക്കേ മൂലയിലോട്ടാകരുത്. ഇപ്പോൾ ഓൾറെഡി അങ്ങനെ കാർ പാർക്കിംഗ് കിട്ടിയവരുണ്ട്, അതിനുശേഷം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഒരുപാട് ആൾക്കാർ പരിഹാരം എന്ന് പറഞ്ഞ് ഒത്തിരി കാശുകൾ നഷ്ടമായിട്ടുണ്ട്. ഒരിക്കലും ഇപ്പൊ നമ്മൾ തെറ്റിനെ നിലനിർത്തിക്കൊണ്ട് പരിഹാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് തെറ്റിനെ മാറ്റുന്നതല്ലേ. അതെ. അപ്പൊ പരിഹാരം എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ആ കാർ ഷെഡ് ചിലപ്പോൾ ഒരു ഷീറ്റ് ആണെന്നുള്ള മേളിലെ ഷീറ്റ് എടുത്ത് മാറ്റുക. ആ കാർ അവിടെ നിന്ന് എടുത്ത് മാറ്റുക. ഒരാഴ്ചത്തേക്ക്, ഒരു 10 ദിവസത്തേക്ക് കാർ അവിടെ പാർക്ക് ചെയ്യാതെ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യുക. ആ മേളിലെ ഷീറ്റ് പൊളിച്ച് കളയുക. അതിന്റെ പിന്നിലുള്ള ജനലുകളൊക്കെ തുറന്നു വയ്ക്കുക രാവിലെ. ഏറ്റവും വലിയ പരിഹാരം അതാ. 1 രൂപയുടെ ചെലവില്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ ഈശാന്യത്തിൽ ചില വീടുകളുണ്ട് കേട്ടോ, കിഴക്ക് കംപ്ലീറ്റ് ആ മതിലിനോട് ചേർത്ത് ഷീറ്റ് ഇറക്കും. ഇപ്പൊ കിഴക്ക് വീടും ഒരു മതിലുണ്ടെന്ന് വെക്കുക. അപ്പോൾ ആ വീടിന്റെ ആ ലെൻഡിൽ ഹൈറ്റിൽ നിന്ന് മതിൽ വരെ ഷീറ്റ് കൊണ്ടുവരും. എന്നിട്ട് മഴ കൊള്ളാതിരിക്കാൻ കുറച്ച് താഴ്ത്തി ഇറക്കി വെക്കും, സൺഷെയ്ഡ്, ഇതൊരു ഷെയ്ഡ് പോലെ. അത്തരം വീട്ടിലൊക്കെ ഞാൻ അവരെ ആദ്യത്തെ ദിവസം കാണുന്നതും അത് ആ ഷീറ്റ് മാറ്റിയതിനു ശേഷം 1 മാസം കഴിഞ്ഞ് ഞാൻ കാണുന്നതിനും ഡേ നൈറ്റ് ഡിഫറെന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്, സൂര്യനാണ് ആത്മാവ്. മനസ്സിലല്ലേ? ധൈര്യം, അരസ്, പിതാവ്, അച്ഛൻ, പുരുഷൻ, ഇതൊക്കെ എല്ലാം സൂര്യനാ. കിഴക്ക് മറയുമ്പോൾ ഇന്ദ്രന്റെ ദിക്ക കിഴക്ക്. ഇന്ദ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയോ? നമ്മുടെ സ്പയം. അപ്പോൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യണം. കിഴക്ക് മറയുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് നഷ്ടമാവുന്നേ. പൗരുഷം.
ഇപ്പൊ കിഴക്ക് മറിഞ്ഞ വീട്ടിലെ ആളുകൾ പൗരുഷത്തോടെ ഉണ്ട് എന്ന് അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഏതൊരു ഫിലിമിൽ പറയും പോലെ ബിൽഡിംഗ് സ്ട്രോങ് ബേസ്മെന്റ് വീക്ക് എന്ന് പറഞ്ഞ കേസാണ്, മനസ്സിലല്ലേ? അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു കോൺഫിഡന്റ് കുറവും ഭയവും ഉണ്ടായിക്കൊണ്ടിരിക്കും, അവർ ഒലിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ കിഴക്കടഞ്ഞ വീട്, കിഴക്കില്ലാത്ത വീട്, കിഴക്കടഞ്ഞ വീട്, ഇതൊക്കെ എല്ലാം ആണിന്റെ പേരിലാണ് വീടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ്ലി അത് പെൺവീടായി മാറും. മീൻസ് ആണിന് അത് കൈമാറ്റേണ്ടി വരും. കിഴക്ക്, ഞാൻ വടക്കിന് ഒരു ദിക്കുകളെ കുറിച്ച് പറഞ്ഞു. കിഴക്ക് എന്നുള്ളത് കിഴക്ക് അടഞ്ഞ വീട്, കിഴക്ക് ലോസായ വീട്, വാസ്തുരീതിയിൽ കിഴക്ക് വലിയ തെറ്റ് സംഭവിച്ച വീട്, ആണിന്റെ പേരിൽ അരുത്. അഥവാ നിങ്ങളത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അമ്മയുടെ പേരിലോട്ടോ വൈഫിന്റെ പേരിലോട്ടോ മകളുടെ പേരിലോട്ടോ സ്ത്രീ വീടായി തന്നെ മാറും. അതിനൊരു പക്ഷേ ഒരു ജീവനാണ് അതിന്റെ വിലയെങ്കിൽ ആ ജീവനും അതിന് മറുപടിയായി കൊടുക്കേണ്ടിയിരിക്കുന്നു. വളരെ കർശനമായിട്ട് സംസാരിക്കണേ. ഒരുപാട് കിഴക്കടഞ്ഞ വീടിൽ ആണുങ്ങളുടെ പേരിൽ വീട് കാണില്ല, മനസ്സിലായില്ലേ? കിഴക്കടഞ്ഞ വീട്ടിൽ ആണിന്റെ പേരിൽ ആ വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ് അതിന്റെ കൂടുതൽ വില കൊടുക്കേണ്ടി വരും, മനസ്സിലായി? ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൽ തന്നെ സംസാരിച്ചുള്ള കാര്യം, മനസ്സിലായി? അപ്പോൾ അതിന്റെ പരിഹാരം മറ്റൊന്നുമില്ല. ഒരു പൂജകളോ കർമ്മങ്ങളോ ഒന്നും ചെയ്യരുത്. ₹1 ചെലവില്ലാതെ ജസ്റ്റ് ആ ഷീറ്റ് ഒന്ന് എടുത്ത് മാറ്റും. മിക്കവാറും ഷീറ്റൊക്കെയാണ് പല ഭാഗങ്ങളിൽ ഞാൻ കാണുമ്പം. ബിൽഡിംഗ് ഉള്ള കാർ പാർക്കിംഗ് ഉണ്ട്, അതിന് കുറച്ച് കൂടുതൽ എക്സ്പെൻസ് ആവുന്നു. അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് കാർ എടുത്ത് മാറ്റി ആ വടക്ക് കിഴക്കുള്ള ചെടിച്ചട്ടികളും അത് ഇതൊക്കെ എല്ലാത്തിനും മാറ്റി വെയിറ്റ് ലെസ് ആക്കുക. ഷീറ്റ് ഇട്ടിക്കുകയാണെങ്കിൽ എളുപ്പമാവും. ജസ്റ്റ് നിങ്ങൾ ആ മേളിലുള്ള ഷീറ്റ് ഒന്ന് അഴിച്ചു കളഞ്ഞ് അതിലൂടെ കാറ്റും സൂര്യപ്രകാശവും അനുവദിക്കുക. പ്രഭാതങ്ങളിൽ അതിന്റെ പിന്നിലുള്ള വീടിന്റെ ജനലുകൾ തുറക്കുക. കാർ അവിടെ നിന്ന് ഒരു 10-15 ദിവസത്തേക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനം നമ്മൾ മാറ്റി നോക്കുക. ഞാൻ ഈ പറഞ്ഞ ചിലവ് ₹1 ചെലവില്ലാത്ത കേസാണ്. നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ വാസ്തുവിന്റെ ശക്തി എന്താണെന്ന് സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വരുന്നില്ല, മറ്റൊരു ഇടപെടലില്ല, ഒരു പരീക്ഷണ അടിസ്ഥാനം. വടക്ക് കിഴക്ക് മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ മറവിനെ മാറ്റുക. അത് മരമാണെങ്കിലും. മരത്തിന്റെ ഒരു പ്രശ്നം എന്തെന്നറിയോ? നിഴൽ മറയ്ക്കുന്നത് മാത്രമല്ല, നമ്മൾ അനുഭവിക്കേണ്ട കോസ്മിക് അത് വലിച്ചെടുക്കുന്നു. മനസ്സിൽ തുളസി പോലും അവിടെ വയ്ക്കാൻ പാടില്ലെന്ന് പറയും. നമുക്ക് അനുവദിക്കേണ്ട സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും അത് തടയുന്നു. അതിനുള്ളിലോട്ട് മറ്റൊരു രഹസ്യം എന്ന് വെച്ചാൽ കോസ്മിക് സപ്പോർട്ട് നമുക്ക് നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ പ്രഭാതത്തിലാണ് കൂടുതലും കോസ്മിക് സപ്പോർട്ട് ഉള്ളത്. അതിനാണ് നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അത് വിശ്വാസ രീതിയിൽ. ഇപ്പൊ നമ്മൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്നില്ലേ? സൂര്യ നമസ്കാരം എത്രയോ ലൈറ്റ്നിങ് ഇയേഴ്സ് ദൂരെ നിൽക്കുന്ന സൂര്യന് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു കൈകൂപ്പി സൂര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. സൂര്യനെ നമസ്കാരം ചെയ്യുന്നു, സൂര്യനും തിരിച്ച് നമസ്കാരം ചെയ്യുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പരിണമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല കഥകളിലൂടെയാണ് നമ്മൾ പരിണമിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു കാലത്ത്. അപ്പോൾ സൂര്യനെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനോടൊരു വ്യായാമം ആഡ് ചെയ്താണ് സൂര്യ നമസ്കാരത്തിനോടൊപ്പം. സൂര്യനെ നോക്കി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുമ്പോൾ ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയെങ്കിലും ഇത് ചെയ്യുന്നു. പക്ഷെ ഗുരുക്കന്മാർ അതിനോട് ചാലിച്ച് എന്തോ എക്സസൈസും കൂടെയാണ്. അതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ രാവിലത്തെ സൂര്യ വെളിച്ചം കൊള്ളുക എന്നാണ്. സിമ്പിൾ. ഒരാൾ സൂര്യ നമസ്കാരം ചെയ്യുന്നു, ഒരാൾ അതേ സ്ഥലത്ത് ഒരു കസരയിട്ട് സൂര്യനെ നോക്കി പത്രം വായിക്കുന്നു. രണ്ടുപേർക്കും സൂര്യ നമസ്കാരം. നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുന്നോ ഇല്ലയോ, വീടിനെ സൂര്യ നമസ്കാരം ചെയ്യാൻ അനുവദിക്കൂ. വീട് എങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യാം? വടക്ക് കിഴക്കുകൾ വാസ്തു യോഗ്യമാക്കൂ. വീട് സ്വയം സൂര്യ നമസ്കാരം ചെയ്യും. സൂര്യനിലൂടെ കിട്ടുന്ന കോസ്മിക് ഈ വീട് ശേഖരിക്കും. ഒരു 24 മണിക്കൂറത്തേക്കുള്ളത് ശേഖരിക്കും. തീർച്ചയായിട്ടും അത് വിഡ്രോ ആവും. അപ്പൊ തിരിച്ചും സൂര്യൻ വരും, തിരിച്ച് ലോഡ് ചെയ്യും. സോ സൂര്യന്റെ വെളിച്ചവും കാറ്റും പ്രഭാത കിരണങ്ങളെയും അകത്തോട്ട് കൊണ്ടുവരാനുള്ള വഴി തുറക്കുക എന്നുള്ളതാണ് വാസ്തു. ഇതിനകത്ത് വലിയ കമ്പസൂത്രമോ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല. സൂര്യ വെളിച്ചമാണ് വാസ്തു. സൂര്യ വെളിച്ചം ഉള്ളിലോട്ട് കൊണ്ടുവരിക. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പല ഭാഗങ്ങളും റോഡിനനുസരിച്ച് വീട് കെട്ടേണ്ട ഒരു വിഷയം വരുന്നത് കൊണ്ട് ഡിഗ്രി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ടെക്നീഷ്യന്റെ ആവശ്യം വരുന്നത്. ഒരു ടെക്നീഷ്യൻ അകത്ത് കടന്ന് എത്ര ഡിഗ്രിയാന്ന് പരിശോധിച്ച് വാതിൽ കതവുകളെല്ലാം സ്ഥാനമാറ്റം ചെയ്യുമ്പോൾ സൂര്യ വെളിച്ചം ഉച്ചഭാഗത്തിലൂടെ അകത്ത് കടന്നു വരാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ വാസ്തു വളരെ സിമ്പിളാണ്. സൂര്യ വെളിച്ചം അകത്തോട്ട് കടത്തി വിടുക. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് വാസ്തുവിന്റെ സബ്ജക്റ്റേ വരുന്നത്. അപ്പൊ അത് 50% അബോവ് അത് ഭൂമി അബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഭൂമി അബ്സർവ് ചെയ്യുമ്പോഴാണ് ഭൂമിക്കടിയിലെ കുഴികളും വാസ്തു സബ്ജക്റ്റിലോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഉച്ചനീച്ചങ്ങളുണ്ട്, ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഉണ്ട്, പ്രഭാത സൂര്യൻ കോസ്മിക് സപ്പോർട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള മുഖ്യമായിട്ടുള്ള ഉഗ്ര ഉച്ചങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ചേർത്ത് നമ്മൾ വാസ്തു വായിക്കുമ്പം അത് ഒരു ഫൈൻ ഫിറ്റ് ആവുന്ന ആ വീട്. അതിനുള്ളിൽ വസിക്കുന്ന ജീവൻ അതിന്റെ യഥാസ്ഥിതി കൈവരിക്കുന്നു. അതിന്റെ ദൗത്യം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. സാർ ഇപ്പോൾ ഒരുപാട് പേർക്ക് ക്ലാസ്സും കാര്യങ്ങളും എടുത്തു കൊടുക്കുന്നൊക്കെ ഇതിനെ കുറിച്ചിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. ഞാൻ ഇനി ക്ലാസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, പഠിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമാണ്. പക്ഷെ ഇവിടെ ഇതിനെ വില കൊടുത്ത് തന്നെ നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
അവർ വീട്ടിലിരുന്ന് ഓൺലൈനിൽ പഠിക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. എനിക്ക് ഫീസും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറയുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ഏതോ എപ്പിസോഡിൽ പറയുമ്പോൾ തന്നെ എപ്പോഴും പറയുന്നു, ആർക്ക് വാസ്തു പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതിൻ്റെ ബേസ് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. DNA വാസ്തു എന്ന് പറഞ്ഞാൽ പല സബ്ജക്റ്റും പോകുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ദയവ് ചെയ്ത് അത് ഓൺലൈനിൽ പഠിക്കാൻ ശ്രമിക്കരുത്. ഓൺലൈനിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ സംശയങ്ങൾ ചോദിക്കാനൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കണം, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ വീട്ടമ്മമാർക്ക് ചില സംശയങ്ങളാണ്. നമുക്കത് ഓൺലൈൻ ക്ലാസ് വയ്ക്കാം. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, അവരുടെ പ്രധാന കുറച്ച് കാര്യങ്ങൾ പറയും. പക്ഷെ ഇതൊരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു വരുമാന മാർഗമായി തന്നെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഭയങ്കര ആഗ്രഹത്തോടെ നിങ്ങൾ ഇതിനകത്ത് സമീപിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് വരൂ. കുറഞ്ഞതൊരു 2 ദിവസമെങ്കിലും നിങ്ങൾക്ക് താമസ സൗകര്യം, ഭക്ഷണം, ക്ലാസ്, എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറഞ്ഞതൊരു 2 ദിവസമെങ്കിലും, ചിലപ്പോൾ അത് ട്രിവാൻഡ്രത്താണോ എറണാകുളത്താണോ കോഴിക്കോടാണോ എന്നൊക്കെ വരും. കാരണം ദൂരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണോ അതിന് അനുയോജ്യമായ രീതിയിൽ ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് 3 ഭാഗങ്ങളിൽ ഞാൻ ചെയ്യാം. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സിനാണ് ഞാൻ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സിന് വരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഓഫീസ് നമ്പറിലോട്ട് വിളിക്കാം. പക്ഷേ ഇതിപ്പോൾ കുറച്ച് കാലമായി ഞാൻ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ ക്ലാസ്. തിരിച്ച് നെക്സ്റ്റ് മന്ത് തൊട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നേരത്തെ ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉദ്ദേശം കിട്ടുള്ളൂ, ഇത്ര പേർക്ക് നമുക്ക് ഇവിടെ നടത്താം എന്നുള്ളത്. കൊണ്ട് താല്പര്യമുള്ള ഒരു ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. നന്ദി.